ഗായ്സ്, അങ്ങനെ ഞാനും അമ്മയും ഏച്ചും കൂടി ഇത് അമ്മേൻ്റെ വീട്ടിലേക്ക് പോവാണ്. അമ്മേൻ്റെ വീട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എന്താ പറയുക, ഭയങ്കര ഒരു വികാരമായിരിക്കും. അവരുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരിക്കുമല്ലോ. എനിക്കും അതേപോലെ തന്നെയാണ്. എന്ന് വെച്ചാൽ അച്ഛൻ്റെ വീട്ടുകാരായിട്ട് അങ്ങനെ അല്ല എന്നല്ല, പക്ഷെ നമ്മൾ കൂടുതലും സ്കൂളൊക്കെ പൊടി കഴിഞ്ഞാൽ വെക്കേഷൻ ടൈമിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പോകുന്നത് അമ്മ വീട്ടിലേക്കായിരിക്കുമല്ലോ. ഞാനും അതേപോലെ തന്നെയാണ്. സ്കൂൾ പൂട്ടാൻ വേണ്ടിയിട്ടാണ് കാത്ത് നിൽക്കില്ല അമ്മേൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ എപ്പോൾ ഏച്ചി ഫോണിൽ വിളിച്ചിട്ട് പറയും പൂട്ടിക്കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ എത്തിക്കൊള്ളണം എന്ന് പറയും. അപ്പം തന്നെ അങ്ങോട്ടേക്ക് പോകും. അങ്ങനെ ഇതാ നമ്മളിപ്പം എത്തിയിട്ടുണ്ട്. ചായ കുടിച്ചു. ഇതാ മമ്മയുണ്ട്, മാമി എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അവരോടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴൊക്കെ ഞാനിങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പം ആണെങ്കിൽ ചേച്ചിയൊന്നും വന്നിട്ടില്ല. അപ്പോൾ പിന്നെ പിള്ളേരൊക്കെ ആയതുകൊണ്ട് ഇതിന് മുമ്പത്തെ ഒരു ഇത് നമുക്ക് കിട്ടൂലല്ലോ. ഇപ്പം നമ്മൾ ഒന്നിച്ച് നിൽക്കുമ്പോഴും വർത്താനം പറയും അങ്ങനെ ആക്കുന്നല്ലാണ്ട് മുമ്പൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വേഗം പുഴയിൽ പോവാം. മുമ്പൊക്കെ നിൽക്കാൻ വന്ന അമ്മമ്മക്ക് സൗകര്യം കൊടുക്കൂല. എപ്പം പുഴയിൽ പോയിട്ട് അമ്മമ്മ ഇടയ്ക്കെല്ലാം നമ്മൾ നോക്കാൻ വരും. പുഴയിൽ നിന്ന് എന്തായാലും ഇവരെന്നാ വരാത്ത, സന്ധ്യ ആയാലും പുഴയിൽ നിന്നൊന്നും വരാത്ത ദിവസങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെയുള്ള ഓരോ കുരുത്തക്കേടുകളാണ് കൈസ്. ഒരു ടൈം പോലും ഞാൻ ചേച്ചിയും വീട്ടിലുണ്ടാവില്ല. എപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അലഞ്ഞുകൊണ്ട് നിൽക്കും. പിടിയെ പോവുക, എന്തെങ്കിലും വാങ്ങുക, അങ്ങനെയാണ് എപ്പോഴും. സ്കൂൾ കൂട്ടി കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഓരോരോ കഥകളൊക്കെ പറഞ്ഞ് രാത്രിയൊക്കെ എന്തൊക്കെയോ കഥ പറയാനുണ്ടാവുക എനിക്ക് ചേച്ചിക്കും. അങ്ങനെ പറഞ്ഞ് ഇവരാരും ഉറങ്ങാൻ നമ്മൾ വിടൂല കഥ പറഞ്ഞിട്ട്. അങ്ങനെയുള്ള കുറേ ദിവസങ്ങൾ അതൊക്കെയാണ് ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ ഇതാ അമ്മേൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് സമയം നമ്മളവിടെ ഇരുന്ന് ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോൾ നമ്മൾ ബസ് കയറി ഇതാ നേരെ വീട്ടിലോട്ട് വരികയാണ്. ഇങ്ങനെ ഞാൻ അതൊക്കെ ഓർത്തുകൊണ്ടാണ് കേട്ടോ ബസ്സിലിങ്ങനെ വരുന്നത്. പിന്നെ ബസ്സിൽ കയറിയപ്പോഴത്തേക്ക് ഇച്ചു കാറ്റടിച്ച് നല്ല ഉറക്കമായിട്ടുണ്ട്. കാരണം അവിടെ നിന്ന് ഭയങ്കര മണ്ണിക്കളിയൊക്കെ ആയിരുന്നു. പിന്നെ ടൗണിലെത്തിയപ്പോൾ നമ്മളൊന്ന് തണുപ്പിക്കാൻ വേണ്ടി ഒരു കോക്ടെയിലൊക്കെ കുടിച്ചു. പിന്നെ നേരെ വീട്ടിലേക്ക് വന്നു. രാത്രി ആയപ്പോഴത്തെ ചോറും കറിയൊക്കെ ഉണ്ട്. പിന്നെ അച്ഛൻ്റെ സ്പെഷ്യൽ മാമ്പഴപ്പുളിശ്ശേരി ആക്കിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഇടുന്നു ഇതിൻ്റെ റെസിപ്പിയൊക്കെ ചോദിച്ചു വന്നിട്ട് ആക്കിയതാണ്. എന്തായാലും നമ്മൾ ഇതൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് ഒരു ചോറ് തിന്ന് എന്നിട്ട് സുഖമായിട്ട് മൂടി പുതച്ചങ്ങ് കിടന്നുറങ്ങുക. അപ്പം